നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടെ നേരിട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. തോൽവി വിലയിരുത്തലുകളും അന്വേഷണങ്ങളും ഒക്കെ ഒരു വഴിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ CPM-ൻ്റെയും CPI-യുടെയും നേതൃയോഗങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വിലയിരുത്തലുകളും യോഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. 2 കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. രാഹുൽ പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്ന് കേൾക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമുണ്ട്. കൂടുതൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് SIT. സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ സജീവമാക്കാനാണ് UDF MP-മാരുടെ തീരുമാനം. ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ MP-മാർ ധർണ നടത്താൻ പോവുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. മെസ്സി ഡൽഹിയിലുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. എല്ലാ വാർത്തകളും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി പഠിക്കാൻ CPM CPI നേതൃയോഗങ്ങൾ ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ സംഗമവും തിരിച്ചടിയായി എന്ന് വിലയിരുത്തൽ. തിരുത്തൽ വേണ്ടത് എവിടെയൊക്കെ എന്ന് തീരുമാനിക്കും. താഴെത്തട്ടിൽ അണികളോടും പൊതുജനങ്ങളോടും അഭിപ്രായം തേടും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. 2 കേസുകളും ഹൈക്കോടതി പരിഗണിക്കും. അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ വിശദവാദം. 2ാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയും കോടതി പരിഗണിക്കും. രാഹുൽ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ സജീവമാക്കാൻ UDF കവാടത്തിൽ ധർണ നടത്തും. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ഇന്നു മുതൽ. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടേക്കും. രാസവളങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ജോർദാനുമായി കരാറിനും സാധ്യത. ഒമാനിൽ വൻ കവർച്ച. 23.5 കോടിയോളം രൂപയുടെ സ്വർണം കവർന്നത് ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന്. അറസ്റ്റിലായത് ടൂറിസ്റ്റ് വിസയിൽ എത്തിയ 2 യൂറോപ്യൻ പൗരന്മാർ. ആരാധകരെ ആവേശത്തിലാഴ്ത്തി മെസ്സി. ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരത്തിൽ പന്ത് തട്ടും. മെസ്സി ഇന്ന് നാട്ടിലേക്ക് മടങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പഠിക്കാൻ CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ സംഗമവും തിരിച്ചടിയായി എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരുത്തൽ വേണ്ടത് എവിടെയൊക്കെയാണ് എന്ന് തീരുമാനിക്കും. ഇക്കാര്യത്തിൽ താഴെത്തട്ടിൽ അണികളോടും ഒപ്പം പൊതുജനങ്ങളോടും അഭിപ്രായം തേടാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാതലങ്ങളിലെ വോട്ടിംഗ് ശതമാന കണക്കുകൾ ഉൾപ്പെടെ വിശകലനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽട്ട് ചേരുകയാണ്. അൻഫിൽട്ട്, ഇന്നിപ്പോൾ LDF-ൻ്റെയും CPI-യുടെയും CPI-യുടെയും യോഗങ്ങൾ ചേരുകയാണ്. തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്തലുകളാണ് ഉദ്ദേശം. വലിയ തിരുത്തലുകൾക്കൊക്കെ തയ്യാറായിരിക്കുകയാണ് ഇടതുപക്ഷം. എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുക? നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിലുണ്ട്. എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും യോഗങ്ങളൊക്കെ ആരംഭിക്കുക? ഇന്ന് രാവിലെ CPI-M-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വിളിച്ചിരുന്നത്. ഒപ്പം തന്നെ 10 മണിയോടുകൂടി CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചേരും. അതിനുശേഷം നാളെയാണ് ഇടതുമുന്നണി യോഗം ചെയ്യുന്നത്. എന്തായാലും കനത്ത തോൽവി ഉണ്ടായതിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മുന്നണി CPM-ഉം CPI-യും മുക്തി നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ആദ്യം ചെയ്യുന്നത് വോട്ടുകളുടെ പാറ്റേണും വോട്ടിങ്ങിന്റെ ശതമാനവും കണക്കുകളൊക്കെ വിലയിരുത്തുന്നു. അതായത് ജില്ലാ അടിസ്ഥാനത്തിലുണ്ടായ വോട്ടിംഗ് ശതമാനം കോർപ്പറേഷനിലും ഒപ്പം തന്നെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങൾ. ഗ്രാമപഞ്ചായത്ത് തൽക്കാലം പരിഗണിക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലുണ്ടായ
വോട്ടിംഗ് ഏത് പാറ്റേണും വോട്ടിംഗ് ശതമാന കണക്കുകളും കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തുകയും അത് പഠിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കോർപ്പറേഷനിലുണ്ടായ തിരിച്ചടികൾ വ്യക്തമായി തന്നെ വിശകലനം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ എന്തുകൊണ്ടാണ് ഈ രീതിയിലൊരു ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണമുന്നണിയെ സംബന്ധിച്ച് അതായത് വികസന നേട്ടങ്ങൾ, ഒപ്പം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ, ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നൽകിയതും പ്രഖ്യാപിച്ചതും ഒക്കെ തന്നെയും സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. പക്ഷെ അതൊന്നും തന്നെ ജനങ്ങളിലോ അല്ലെങ്കിൽ താഴെത്തട്ടിൽ എന്തുകൊണ്ട് എത്തിയില്ല എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് പാർട്ടി. ഇവിടെ എവിടെയാണ്, അതായത് അടിസ്ഥാന വർഗം എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും അകന്നു പോയത്? ഈ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ CPM-നും CPI-യുടെയും മുന്നിലുള്ളത്. അതേസമയം സംഘടനാ തലത്തിൽ ശക്തമായ പാളിച്ച പറ്റിയിട്ടുണ്ട്, സംഘടനാ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് CPI വിലയിരുത്തുന്നുണ്ട്. അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം അത് താഴെത്തട്ടിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ടെന്നാണ് CPI-യുടെ വിലയിരുത്തൽ. പല വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന്റെ ജനങ്ങൾ എന്തുകൊണ്ട് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നൊക്കെ അകന്നു പോയി എന്നതിന് പല വിവിധ വകുപ്പുകൾ പോരായ്മകൾ ഉൾപ്പെടെ തന്നെ CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം CPM ആകട്ടെ ഈ തിരുത്തൽ എവിടെയൊക്കെയാണോ തിരുത്തൽ വെക്കേണ്ടത് ഒക്കെ തന്നെ തിരുത്താൻ തയ്യാറാണ്. കാരണം തിരുത്തി തയ്യാറായി മുന്നോട്ട് പോയി മാത്രമേ ഈ പാർട്ടിക്ക് 3 മാസം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സജീവമായി രംഗത്തിറങ്ങാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തിരുത്തലുകൾ എവിടെയൊക്കെയാണ് വരുത്തേണ്ടത് എന്ന് അന്വേഷിക്കുകയാണ് പാർട്ടി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളോട് വരെ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണം എന്ന അഭിപ്രായം തേടുന്നു. അവരോട് നിർദ്ദേശങ്ങൾ പാർട്ടി ചോദിക്കുകയും, അതായത് സംസ്ഥാന നേതൃത്വം ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളോട് പോലും, കാരണം ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നു പോയത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാധാരണയായും സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത്ര ഇടതുനിൽക്കാണ് ജനങ്ങൾക്ക് പൊതുവെ ഒരു സാധ്യത. അതിൽ നിന്നൊക്കെ വിഭിന്നമായാണ് ഇത്തവണത്തെ ഈ ജനവിധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴെത്തട്ട് ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയി എന്നൊരു വിലയിരുത്തൽ ശക്തമായി തന്നെ പാർട്ടിക്കുണ്ട്. അത് പാർട്ടിയുടെ ജില്ലാ നേതൃഘടകങ്ങളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലും വിമർശനവും ഒക്കെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അടിസ്ഥാന വർഗം ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയതെന്ന് കണ്ടുപിടിക്കുക, അതേക്കുറിച്ച് പഠിക്കുകയാണ് പാർട്ടി ആദ്യം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായാണ് തിരുത്തലുകൾ എവിടെയൊക്കെയാണ് വരുത്തേണ്ടത്, അങ്ങനെ ഏത് ഭാഗത്തല്ല പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതിനപ്പുറത്തേക്ക് അണികളിൽ നിന്നൊരു നിർദ്ദേശം, അതാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അണികളോട് തന്നെ എവിടെയാണ് തിരുത്തേണ്ടത്, എവിടെയാണ് വീഴ്ച, എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് അന്വേഷിച്ച അഭിപ്രായം രൂപീകരിക്കാൻ നേതൃത്വം തീരുമാനിക്കുന്നു. ആ അഭിപ്രായത്തിനനുസരിച്ച് തിരുത്തൽ വരുത്തേണ്ടത് ശക്തമായി തന്നെ തിരുത്തൽ വരുത്തി, കൃത്യമായൊരു തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകണം. അങ്ങനെ പോയേ പറ്റൂ എന്നതാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഒപ്പം തന്നെയും പൊതുജനങ്ങളോട്, അതായത് നിഷ്പക്ഷരായ ജനങ്ങൾ, പാർട്ടിയുടെ അനുഭാവികൾ, അണികൾക്കപ്പുറത്തേക്ക് പാർട്ടിയുടെ അനുഭാവികൾ, അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ സ്വതന്ത്രരായ ജനങ്ങൾ, ഇവരുടെയൊക്കെ വിവിധ തട്ടിലുള്ള വിവിധ തലങ്ങളിലുള്ള പൊതുജനങ്ങൾ, ഇവരുടെയൊക്കെ അഭിപ്രായം തേടാനും അഭിപ്രായം സ്വരൂപിച്ച് ഒരു തിരുത്തൽ, ശക്തമായ തിരുത്തൽ വെച്ച് മുന്നോട്ട് പോകാനാണ് CPM-ന്റെ ആലോചന. അതനുസരിച്ച് CPI വരുത്തേണ്ടത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഇന്നിപ്പോൾ CPM-ഉം CPI-യും യോഗം ചേരുന്നു. നാളെ LDF-ന്റെ നേതൃയോഗമാണല്ലോ. തീർച്ചയായും നാളെയാണ് LDF-ന്റെ നേതൃയോഗം ചേരുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാന പാർട്ടികളായ CPM കൈകൊള്ളുന്ന തീരുമാനം, ആ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു അഭിപ്രായ സ്ഥിരീകരണം നാളെ ചേരുന്ന യോഗത്തിലുണ്ടാകും. മാത്രമല്ല മറ്റ് ഘടകകക്ഷികളോട് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ, ആ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് തേടേണ്ടതുണ്ട്. പാലായിലുണ്ടായ തിരിച്ചടി, പാലാ തിരിച്ചടി അടക്കം വിശദമായിട്ടുള്ള പരിശോധിച്ച് തുടർ നടപടികൾ ഏത് രീതിയിൽ സ്വീകരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, തീവ്രമായി തന്നെ പാർട്ടി തിരിച്ചൽ വെച്ച് മുന്നോട്ട് പോകണം എന്നൊരു വികാരം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിലൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചേരുന്ന ഈ 2 പ്രധാനപ്പെട്ട മേഖലകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അതിനുശേഷം നാളെ തിരഞ്ഞെടുപ്പിൽ തുടർ ചർച്ചകളും തീരുമാനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകും. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണല്ലോ. VV രാജേഷിനാണ് മുൻതൂക്കം എന്ന് കേൾക്കുന്നു.
എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? തിരുവനന്തപുരം കോർപ്പറേഷനില് മേയർ സ്ഥാനാർത്ഥി ചർച്ചകൾ വളരെ ദ്രുതഗതിയിൽ തന്നെ നടത്തുകയാണ്. രണ്ടുപേരെയാണ് ഏറ്റവും ഒടുവിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്ന് പറയാൻ പറ്റില്ല. തുടക്കം മുതൽ മുന്നിട്ട് നിന്നത് അർത്തിയിലേക്കാണ്. ശാസ്ത്രമംഗലത്തിന് വിജയിച്ച അർത്തിയിലേക്ക് മുൻ DGP. പക്ഷെ ഇപ്പോൾ ഈ വലിയ രീതിയിൽ, അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അരികിലേക്ക് എന്ന രീതിയിൽ, അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു, കേവല ഭൂരിപക്ഷത്തിന് അരികിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അത് BJP പോലും ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു മികച്ച ഒരു ഒറ്റകക്ഷിയായി മാറുമ്പോൾ, മികച്ച മാർജിനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പാർട്ടി ഇപ്പോൾ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും 3 നിയോജക മണ്ഡലങ്ങളാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ട. ഈ 3 നിയോജക മണ്ഡലങ്ങൾ പാർട്ടി വളരെ ശക്തമായി തന്നെ കണക്കുകൂട്ടുകയാണ്. മുമ്പ് കഴക്കൂട്ടവും നേമവുമായിരുന്നെങ്കിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് കൂടി BJPയുടെ മുന്നിലുണ്ട്. കാരണം ആ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ, വോട്ടിങ്ങിന്റെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ടുകളുടെയൊക്കെ ഒരു കണക്കും പാറ്റേണും ഒക്കെ പാർട്ടി കൃത്യമായി വിലയിരുത്തി വട്ടിയൂർക്കാവ് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പാർട്ടി തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ സീറ്റിലേക്ക് മേയറാക്കാൻ തൽക്കാലം തുനിയേണ്ടതില്ല എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിലുണ്ട്. അങ്ങനെ ഇന്ത്യ സീറ്റിലേക്ക്, അത് ദേശീയ നേതൃത്വത്തിലെ കൂടി തന്നെ ആലോചനകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സീറ്റിലേക്ക് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് VV രാജേഷിനെ, മുൻ ജില്ലാ പ്രസിഡന്റാണ് VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുന്നുണ്ട് സംസ്ഥാനത്ത്. ആ രീതിയിൽ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ദ്രുതഗതിയിൽ തന്നെ നടത്തുകയാണ്. എന്തായാലും നിലവിലെ ചർച്ചകൾക്കനുസരിച്ച് VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒപ്പം ആ സീറ്റിലേക്ക് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. കാരണം ഇനി 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ 3 നിയമസഭാ മണ്ഡലങ്ങൾ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടയും 3 നിയമസഭാ മണ്ഡലങ്ങൾ സ്റ്റാർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ശക്തമായി തന്നെ കേന്ദ്രീകരിച്ച് ഈ 3 നേതാക്കളും ആരൊക്കെയാണോ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് പാർട്ടി നേതൃത്വം, ദേശീയ നേതൃത്വം നിയോഗിച്ചിട്ടുള്ളത്, അവർ അതേ അടിസ്ഥാനത്തിൽ ഈ 3 മാസക്കാലവും ആ മണ്ഡലങ്ങൾക്ക് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് വിട്ടു നിൽക്കാതെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നൊരു ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെ പരിഗണിക്കാനാണ് ഇപ്പോൾ അത്തരം ചർച്ചകൾക്കാണ് ഇപ്പോൾ മുൻതൂക്കമുണ്ടായിരിക്കുന്നത്. അൻഫിൽട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. VV രാജേഷിനാണ് മുൻതൂക്കം എന്നാണ് കേൾക്കുന്നത്. നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രീലേഖയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിലെ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ UDFൽ സജീവമായിരിക്കുകയാണ്. 2 കോർപ്പറേഷനുകളിലും വനിതാ മേയർമാരായിരിക്കും. 4 പേരുകളാണ് കൊച്ചിയിൽ മേയർ സ്ഥാനത്തേക്ക് ഉയരുന്നത്. തൃശ്ശൂരിലാകട്ടെ 3 പേരുകളാണ് പരിഗണനയിലുള്ളത്. 2 കോർപ്പറേഷനുകളിലും UDF മിന്നുന്ന പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, തൃശ്ശൂർ, കൊച്ചി മേയർമാരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ചർച്ചകൾ പോകുന്നത്? UDF എങ്ങനെയാണ് ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്? മായ, ഈ 2ഇടത്തും മിന്നുന്ന പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. കൊച്ചിയിലാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയമായിരുന്നു LDF നേടിയത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ UDF ഊർജിതമാക്കിയിരുന്നു. ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു UDFിൻ്റെ ലക്ഷ്യം. അത് ഇത്തവണ മിന്നുന്ന പ്രകടനത്തോടെ തന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 76 ഡിവിഷനുകളിൽ 47 സീറ്റുകൾ നേടാനായിട്ട് UDFന് സാധിച്ചു. LDF ആകട്ടെ 22 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. ഇവിടെ 2ഇടത്തും, തൃശ്ശൂരിലും കൊച്ചിയിലും വനിതാ മേയർമാരാണ് ഇത്തവണ ഉണ്ടാവുക. വനിതാ സംവരണമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കൊച്ചിയിലാകട്ടെ തൃശ്ശൂരിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ ആയിട്ടില്ല. ഗ്രൂപ്പ് സമവാക്യങ്ങളും അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അല്ലെങ്കിൽ മുന്നണി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കൊച്ചിയിൽ 4 പേരാണ് പ്രധാനമായും ഈ മേയർ സ്ഥാനത്തേക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. പേരുകൾ
കാണുന്നത്. അതിൽ തന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നു കേൾക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസ് UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് ആദ്യം മുതൽക്കേ ഉയർത്തിക്കാട്ടിയിരുന്നത്. വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാനുമായി വലിയ ഭൂരിപക്ഷം ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. രണ്ടാമത് VK മിനിമോളാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരാൾ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് VK മിനിമോൾ. ദീപ്തി മേരി വർഗീസിനേക്കാളും കുറച്ചുകൂടി സീനിയോറിറ്റി VK മിനിമോൾക്ക് ഉണ്ട്. മിനിമോളുടെ പേരും ആദ്യം മുതൽക്ക് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ A ഗ്രൂപ്പിൽ നിന്നും മുൻ കൗൺസിലിലെ ഷൈനി മാത്യുവും സീന ടീച്ചറും രംഗത്തുണ്ട്. രണ്ടുപേരും ഈ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകം തന്നെയാണ്. രണ്ടുപേരും ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. ഈ 4 പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അതിൽ ആരായിരിക്കും അടുത്ത മേയർ എന്ന് ഉള്ള തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തീർച്ചയായും ഇതിൽ വലിയൊരു ഘടകമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല UDFിന് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഇടത്ത് കഴിഞ്ഞ തവണ LDF പിടിച്ചെടുക്കുകയും പക്ഷേ ആ ഒരു കാലിടറി എങ്കിലും ഇത്തവണ അത് തിരിച്ചു പിടിക്കാനായിട്ട് UDFിന് സാധിച്ചു. അത് മിന്നുന്ന വിജയം തന്നെ സാധിച്ചു. തൃശ്ശൂരിലാകട്ടെ ദീർഘകാലത്തിന് ശേഷമാണ് കോർപ്പറേഷൻ UDFിലേക്ക് എത്തുന്നത്. അവിടെ 3 പേരാണ് ഈ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. അവിടെയും ഇത്തവണ വനിതാ സംവരണമാണുള്ളത്. 33 സീറ്റുകൾ നേടിയാണ് 56 കൗൺസിലിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത്. അവിടെ ശ്യാമള മുരളീധരൻ, അതുപോലെ തന്നെ ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ ഈ 3 പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. അത് കഴിഞ്ഞ ദിവസം അവിടെ DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. മറ്റ് ഘടകങ്ങളൊന്നും തന്നെ അതിൽ സ്വാധീനിക്കില്ല എന്നാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇത്തരം ചർച്ചകൾ വളരെ സജീവമായിട്ടുണ്ട്. ഇനിയൊരു യോഗം ചേർന്ന് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിലും സമാനമായ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മായ. അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കൊച്ചിയിൽ. കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഒരു സഖ്യവും ഇല്ലെന്ന് ജില്ലാ നേതൃത്വം പറയുമ്പോഴും കൊടിയത്തൂർ പഞ്ചായത്തിൽ UDF വെൽഫെയർ സഖ്യമാണ് ഭരണത്തിലേറുന്നത്. അതേസമയം UDFുമായി സഖ്യത്തിൽ എത്താത്ത മുക്കം മുനിസിപ്പാലിറ്റിയിൽ 4 സീറ്റ് നേടി വെൽഫെയർ പാർട്ടി കരുത്തുകാട്ടി. വെൽഫെയർ പാർട്ടിയുമായി UDFിന് യാതൊരു സഖ്യവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതല നിർവഹിച്ച ചെന്നിത്തലയും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനുമെല്ലാം നിരവധി തവണ പറഞ്ഞതാണ്. വെൽഫെയർ ബന്ധമില്ലാതെ എത്ര ഗുണം ചെയ്തു ആലോചിച്ച് നോക്കാം. ഞങ്ങൾ എത്ര ഗുണം ചെയ്തു. മതനിരപേക്ഷ നിലപാട് കോഴിക്കോട്ടെ ജനം അംഗീകരിച്ചു. പക്ഷേ കൊടിയത്തൂരിൽ സംഭവിച്ചത് അതല്ല. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ UDFുമായി സഖ്യത്തിൽ മത്സരിച്ച 2 സീറ്റിലും വെൽഫെയർ പാർട്ടി വിജയിച്ചു. വെൽഫെയർ പാർട്ടിയുടെ 2 പേർ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചതെന്ന് മാത്രം. UDF വെൽഫെയർ പാർട്ടി സഖ്യം 19ൽ 13 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തി. കൊടിയത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയും UDFുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി 2 സീറ്റ് നേടിയിരുന്നു. അതേസമയം മുക്കം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ UDFിനൊപ്പമായിരുന്ന വെൽഫെയർ പാർട്ടി ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. 6 ഡിവിഷനുകളിൽ മത്സരിച്ചതിൽ 4ലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. 33 ഡിവിഷനുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ 18 ഡിവിഷനുകൾ വിജയിച്ച LDFിനാണ് ഭരണം ലഭിച്ചത്. മുക്കം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി ഒരു നിർണായക ശക്തിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. 6 വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നത്. അതിൽ 4 വാർഡിലും ഒറ്റയ്ക്ക് തന്നെ വെൽഫെയർ പാർട്ടിക്ക് ജയിക്കാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മുക്കത്ത് UDFിന് 11 ഡിവിഷനുകളിലാണ് വിജയിക്കാനായത്. വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് UDF ഇത്തവണ മുക്കത്ത് വെൽഫെയറുമായി സഖ്യത്തിന് മുതിരാഞ്ഞത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. 2 കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതി അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായി വാദം കേൾക്കും. 2ാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജി കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമല്ലേ? 2 കേസുകളാണ് ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്നത്. രാജേഷിലേക്ക് വരാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 കേസുകൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. കോടതി അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും. 2ാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്.
ഏതായാലും ഈ 2 കേസുകളും കോടതി പരിഗണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് എങ്ങനെയായിരിക്കും കോടതിയുടെ ഒരു തീരുമാനം എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. കോടതി എന്തു പറയും എന്നതിനനുസരിച്ചായിരിക്കും രാഹുലിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ. രാജേഷിലേക്ക് പെട്ടെന്ന് വരാം. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് രാജേഷിൽ നിന്ന്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് തിരിച്ചു വരാം. 2ാം ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല എന്നാണ് കേൾക്കുന്നത്. ഹാജരാകണമെന്ന അറിയിപ്പ് ഇതുവരെ കിട്ടിയില്ല എന്നാണ് രാഹുലിൻ്റെ വിശദീകരണം. തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ 15-ന് ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നാണ് രാഹുലിൻ്റെ നിലപാട്. അതേസമയം സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര ചേരുകയാണ്. ആതിര, അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും രാഹുൽ ഹാജരാകേണ്ടതുണ്ട് അവർക്ക് മുമ്പിൽ. അത് കോടതി പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ ഇന്ന് ഹാജരാകില്ല എന്ന സൂചനകൾ വരുന്നു? അന്വേഷണ സംഘം അറിയിച്ചിട്ടേ ഇല്ല എന്നൊക്കെ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ വരുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഇന്നാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ അറിയിച്ചിരുന്നത്. നേരത്തെ തന്നെ ഈ 2ാമത്തെ ബലാത്സംഗ കേസിൽ ഈ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷ വ്യവസ്ഥകളോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച സമയത്ത് തന്നെ ആ ജാമ്യാപേക്ഷയിൽ തന്നെ ഇത്തരത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഈ 15-ാം തീയതി, അതായത് ഇന്ന് 15-ാം തീയതി ആയിട്ടുള്ള ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അന്വേഷണ സംഘം ഇത്തരത്തിൽ തന്നോട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം എപ്പോഴാണ് ആവശ്യം ഉന്നയിക്കുന്നത് ആ സമയത്ത് താൻ ഹാജരാകും എന്നുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ഇതിനൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ രാഹുലിന്റെ അപ്പീലുള്ളത്. ഈ അപ്പീലുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിൽ എന്തെങ്കിലും സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം ഏതായാലും തീരുമാനമെടുക്കുക. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ പ്രമുഖ സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിലെ പോലീസ് റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതി എന്ന നിലപാടിലാണ് പോലീസ്. ഈ ആഴ്ച തന്നെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സജീവമായി നിർത്താൻ UDF തീരുമാനം. വിഷയം രാജ്യശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും UDF നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പാർലമെന്റിന് മുന്നിൽ UDF MPമാർ ഇന്ന് ധർണ നടത്തും. കഴിഞ്ഞ ദിവസം വിഷയം പാർലമെന്റിൽ MPമാരായ KC വേണുഗോപാലും ഹൈബി ഈഡനും ഉന്നയിച്ചിരുന്നു. CPM BJP അന്തർധാര വിഷയത്തിൽ സജീവമായി നിൽക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വിഷയത്തിൽ ഊന്നി മുന്നോട്ടു പോകാൻ തന്നെയാണ് UDFന്റെ ആലോചന. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാവും ഇന്നു മുതൽ 18-ാം തീയതി വരെയുള്ള സന്ദർശനത്തിൽ ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ മോദി ജോർദാനിലെ ഹാഷെമൈറ്റ് രാജ്യത്തേക്ക് യാത്ര ചെയ്യും. ഇന്ത്യ ജോർദാൻ ബന്ധം ശക്തമാകുന്നതിന്റെ ഭാഗമായി അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സന്ദർശനം. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പങ്കാളിത്തത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തുന്നതിനും മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനും ഇത് അവസരമൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എത്യോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരം ഡിസംബർ 16-17 തീയതികളിൽ മോദി എത്യോപ്യയിൽ സന്ദർശനം നടത്തും. ഗ്ലോബൽ സൗത്തിലെ പങ്കാളികൾ എന്ന നിലയിൽ സൗഹൃദത്തിന്റെ അടുത്ത ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാൻ ഈ സന്ദർശനം ഉപയോഗിക്കും. ഡിസംബർ 17-18 തീയതികളിൽ മോദി ഒമാൻ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ്
ഒമാൻ സന്ദർശനം. ഒമാനിൽ 23.5 കോടിയോളം രൂപയുടെ സ്വർണ്ണ കവർച്ച നടന്നു. മസ്കറ്റിലെ അൽ ഗുബ്ര മേഖലയിലെ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ഭിത്തി തുരന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവമുണ്ടായത്. സ്വർണ്ണാഭരണങ്ങളും ജ്വല്ലറിയിലുണ്ടായിരുന്ന പണവും സംഘം മോഷ്ടിച്ചു. 10 ലക്ഷം ഒമാൻ റിയാലിന്റെ സ്വർണ്ണമാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യക്കാരായ 2 വിനോദസഞ്ചാരികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് എത്തിയ 2 പ്രതികളും ജ്വല്ലറിക്ക് സമീപത്തെ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ജ്വല്ലറിയും പരിസരവും നിരീക്ഷിച്ച് ഇവിടെ വെച്ച് മോഷണം ആസൂത്രണം ചെയ്തുവെന്നാണ് നിഗമനം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് അകത്തു കയറാൻ പ്രതികൾ ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യുന്നതിനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുക. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം നടക്കുക. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയം ഇനിയും നീട്ടണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മൊത്തം വിതരണം ചെയ്ത ഫോമുകളിൽ 99.71% ഡിജിറ്റലൈസ് ചെയ്തതായാണ് കണക്ക്. ഫോം മടക്കി നൽകാത്തവർ എത്രയും വേഗം നൽകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. കോടതി അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായി തന്നെ കോടതി വാദം കേൾക്കും. 2ാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകൾ, അത് രണ്ടും ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലാണ്, കോടതി പരിഗണിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ രാഹുലിന് നിർണായകമല്ലേ ഇന്നത്തെ ദിവസം? ഇതിൽ നിർണായകം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സാധാരണ ഒരു ഹൈക്കോടതി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി എടുക്കുന്ന ചില നിലപാടുകൾ, അതാണ് ഇന്ന് പ്രസക്തമായിട്ടുള്ള കാര്യം. മുൻകൂർ ജാമ്യം അനുവദിച്ച കേസിന്റെ അപ്പീൽ സർക്കാർ ഹൈക്കോടതി നൽകുമ്പോൾ കോടതി ആദ്യം അനുവദിച്ച സാഹചര്യമാണ് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പരിഗണിക്കുന്ന നേരത്തെ അറസ്റ്റ് തടഞ്ഞ മുൻകൂർ ജാമ്യം, ആ മുൻകൂർ ജാമ്യ ഹർജിയിലും കോടതി അറസ്റ്റ് എന്തുകൊണ്ട് തടഞ്ഞു എന്നാണ് ആദ്യം തന്നെ ചിന്തിക്കുന്നത്. അതിൽ കോടതി പ്രാഥമികമായിട്ടാണെങ്കിലും വിശദമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഒരു ജില്ലാ കോടതിയുടെ ഉത്തരവ് നോക്കി അതിൽ പരാമർശങ്ങൾ പരിഗണിച്ച ശേഷമാണ് ഈ അറസ്റ്റ് തടഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 2 ഹർജികളും ഇന്ന് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും കോടതി ഈ പ്രതിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ S. രാജീവിന്റെ വാദം, അതിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ സാധ്യത എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ കാര്യത്തിൽ മുൻപ് നമ്മൾ വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി ഏത് രീതിയിലാണ് ഇത് പരിഗണിക്കുക, അതിൽ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ അത് കുറ്റകൃത്യമാണോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും ഒരു പരാതിയുമായി ഒരു സ്ത്രീ കോടതിയിലെത്തുമ്പോൾ ഇത് കോടതി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ആ കാലതാമസം അത് കോടതി പ്രത്യേകം പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വിധി എന്താണ് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ലെങ്കിലും കോടതി ഏത് രീതിയിലാണ് ഇത് കാണുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ സർക്കാരിന്റെ അപ്പീൽ കൊടുത്താലും സർക്കാരിന്റെ ആദ്യത്തെ കേസിലെ വിശദീകരണം നൽകിയാലും ഇത് പ്രതിഭാഗത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ കോടതി പരിശോധിക്കാനാണ് സാധ്യത. രാജേഷ് ഇപ്പോൾ പറഞ്ഞത് 2ാമത്തെ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ. 2ാം കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജി, ആ കാര്യത്തിലല്ലേ പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യവുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പരിശോധിക്കുക എന്ന് പറഞ്ഞത്. 1ാമത്തെ കേസിൽ അങ്ങനെ അല്ലല്ലോ.
മായ ഒന്നാമത്തെ കേസിലും അങ്ങനെ തന്നെയാണ്. ഞാനിത് ആദ്യം മുതലേ നമ്മൾ ഒരു ഡിസ്കഷൻ പോലെയാണ് നമ്മളുടെ ഈ വാർത്ത തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഈ വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ കേസുകളിലൊക്കെ ആ ഇമോഷണൽ രാജേഷുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് എന്തായാലും നിർണായകം തന്നെയാണ്. 2 കേസുകളും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നു. കോടതി അറസ്റ്റ് തടഞ്ഞ ആദ്യ കേസിൽ ഇന്ന് വിശദമായി തന്നെ കോടതി വാദം കേൾക്കും. 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയും കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി രാജേഷിനെ വീണ്ടും ബന്ധപ്പെടാം. മറ്റ് വാർത്തകൾ നോക്കാം. രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. പ്രധാന ഇടങ്ങളിലെല്ലാം വായുമലിനീകരണ തോത് 500-ന് അടുത്തെത്തിയിരിക്കുകയാണ്. ആനന്ദ് വിഹാർ, അക്ഷർധാം, ദ്വാരക ഉൾപ്പെടെ വിവിധ മേഖലകളിൽ 490-ന് മുകളിലാണ് വായുമലിനീകരണ തോത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണം അതിരൂക്ഷമായിരിക്കുകയാണ് അല്ലേ? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയമാകുമ്പോഴും ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഒരു തണുപ്പ് എന്ന് പറയുന്ന 9 ഡിഗ്രിയാണ്. ആ ഒരു സമയത്താണ് ഈ വലിയ തരത്തിൽ വായു മലിനീകരണം കൂടി വരുന്നത്. ഒപ്പം തന്നെ അതിശക്തമായ മൂടൽമഞ്ഞാണ്. അത് ഗതാഗതത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എത്രത്തോളം വാഹനങ്ങൾ പോകുന്നത് പോലും പലപ്പോഴും കുറേ വാഹനങ്ങൾക്കൊക്കെ ഇനി ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവയുടെ കാഴ്ച ദൂരപരിധിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടും. അത്രയധികം മൂടൽമഞ്ഞും ഒപ്പം തന്നെ പുകയും ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ മലിനീകരണം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഡിസംബർ 20 ആകുമ്പോഴേക്കും അതിശൈത്യത്തിലേക്ക് ഡൽഹിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഒക്കെ മാറും. അതിനൊപ്പം തന്നെ ഈ വായു മലിനീകരണം കൂടി എത്തിയതോടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ കർശനമായ നിർദ്ദേശം, അതായത് 10-12 ക്ലാസുകൾ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ, ആ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പരമാവധി അത്തരം ക്രമീകരണം നടത്തണമെന്ന നിർദ്ദേശം സ്കൂൾ മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വിമാന സർവീസുകളെ ഈ മൂടൽമഞ്ഞും ഇപ്പോഴത്തെ ഈ മലിനീകരണമൊക്കെ തന്നെ ബാധിച്ചു എന്നുള്ളതാണ്. ചില വിമാനങ്ങൾ വൈകുന്നു എന്നുള്ളത് ഇപ്പോൾ ഡൽഹി വിമാന അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ സഹകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഈ ഡിസംബറിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 430-നടുത്ത് പലയിടത്തും വായു മലിനീകരണ തോത് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് 490-ന് മുകളിൽ പലയിടത്തും അക്ഷർധാമുണ്ട്, അതുപോലെ തന്നെ ദ്വാരകയുണ്ട്, ITU ഉണ്ട്, ബാരക്കമ്പയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഒരു നഗര കേന്ദ്രീകൃതമായ ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സമയത്ത് ഹരിയാന, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വൈക്കോലുകൾ കത്തിക്കുന്നതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് രാജ്യ തലസ്ഥാനത്തിന് നഗര കേന്ദ്രീകൃതമായ മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റേജ് 4-ലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള നിയന്ത്രണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡീസൽ വാഹനങ്ങൾ, അത് LNG, CNG അടക്കമുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുന്നത്. വാഹനങ്ങൾ കൂടുതൽ മലിനീകരണം വരുത്തുന്ന വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം കൃത്യമായി ഏർപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനു മുൻപുള്ള സർക്കാരുകളെ ഡൽഹി സർക്കാർ വലിയ തരത്തിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് സർക്കാരിന്റെ പരാജയമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉയർത്തിക്കാണിക്കുന്നത്. പാർലമെന്റിലും ഇന്ന് ഈ വിഷയം ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചത്. അത്രയും മോശമായ അവസ്ഥയാണ്. കാരണം സാധാരണഗതിയിൽ വായു നിലവാരം എന്ന് പറയുന്നത് 50 ആണ്. അത് 100-ലേക്ക് എത്തിയാൽ വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്. 100 മുതൽ 200 വരെ എന്ന് പറയുന്നത് ഒരു മധ്യ അവസ്ഥയിൽ എന്ന് പറയാം. അതായത് അപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ 490 എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ശ്വാസകോശ രോഗമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ വൃദ്ധർ, ഇത്തരം ആളുകൾ പാർക്കുകളിലും മറ്റും പുറത്തേക്ക് വന്ന് തന്നെ കാര്യമായി ഇറങ്ങരുത് എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലിന് ഇരുവരെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലാണല്ലോ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുരാരി ബാബുവും. ഇരുവരെയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും അല്ലേ SIT? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഇന്ന് പരിഗണിക്കും കോടതി. ഇവരെ 2 ദിവസത്തേക്കുള്ള കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഓരോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പലരെയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. ഏതായാലും 2 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ കോടതിയോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പത്മകുമാറിൽ നിന്നും വാസുവിൽ നിന്നും ലഭിച്ച കുറച്ച് വിവരങ്ങൾ, അത് കുറച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഏതായാലും 2 ദിവസം കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇത്തരത്തിൽ കസ്റ്റഡി ചോദിച്ചപ്പോൾ വിജിലൻസ് കോടതി ഇത്തരത്തിൽ കസ്റ്റഡി ആവശ്യം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ഏതായാലും 1 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ ചോദ്യം ചെയ്യുകയും 2 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ ആയിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുക. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഇക്കാര്യങ്ങളിൽ വിജിലൻസ് കോടതി തീരുമാനമെടുക്കും. സുധീഷ്, ഇരുവരെയും മുൻപും SIT ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുക, അത്തരത്തിലുള്ള ഉദ്ദേശത്തോട് തന്നെ SIT മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ട കരുതാൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്ക് കുറച്ചുകൂടി വ്യക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇവരൊക്കെ വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ 3ാമത്തെ തവണയാണ് കസ്റ്റഡി അപേക്ഷയിലൂടെ ചോദ്യം ചെയ്യുന്നത്. മുരാരി ബാബുവിനെ ഇത് 2ാമത്തെ തവണയും. ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഉന്നതരിലേക്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ സംഘം എത്തുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവരുടെ വീണ്ടും കസ്റ്റഡി അപേക്ഷയിലൂടെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഈ കേസിൽ സ്വർണ്ണപ്പാളി കേസിൽ ഒപ്പം തന്നെ ദ്വാരപാലക ശില്പ കേസിലും മുരാരി ബാബു പ്രതിയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇദ്ദേഹം ഈ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മുരാരി ബാബുവിനെതിരെയുള്ള കേസ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ ഈ മറ്റു ഉദ്യോഗസ്ഥർക്ക്, അതായത് ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഉന്നതരിലേക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മന്ത്രിതലത്തിലേക്കും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ സാധ്യതകൾ ആരായുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ വിദേശത്തേക്ക് ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുള്ള വിദേശ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് കടന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ആരെയൊക്കെ കണ്ടു, ഇത്തരത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലിന് ഇരുവരെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയോട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 4ാം ദിനത്തിൽ 74 ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ കുലി നെവർ ക്രൈസ് രാവിലെ 9-ന് പ്രദർശിപ്പിക്കും. സമകാലിക മലയാളം സിനിമാ വിഭാഗത്തിൽ നിബിൻ നാരായണന്റെ കാത്തിരിപ്പും ഫാസിൽ റസാഖിന്റെ മോഹവും ഇന്ന് പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, IFFK 4ാം ദിവസമാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്ന പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? മായ, ഇന്നേതായാലും IFFKയുടെ 4ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 74 ചിത്രങ്ങളാണ് ഇന്ന് പ്രധാനമായും പ്രദർശനത്തിനെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ എന്ന് പറയുന്നത് കൂലി നെവർ ക്രൈസ് എന്ന് പറയുന്ന ചിത്രമാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ ഈ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള സംവിധായകന്റെ ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചിത്രവും ഇന്നത്തെ ഈ ചലച്ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം തന്നെയാണ്. അതുകൂടാതെ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളത്തിലെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിന് എത്തുന്നു എന്നുള്ളതാണ്. മലയാളം സിനിമാ വിഭാഗത്തിൽ നിബിൻ നാരായണന്റെ കാത്തിരിപ്പ് രാവിലെ 9:30 കലാഭവൻ തിയേറ്ററിലാണ് പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ ഫാസിൽ റസാഖിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മോഹം വൈകിട്ട് 6 മണിക്ക് കൈരളി തിയേറ്ററിലും ഏതായാലും ഇന്ന് പ്രദർശനത്തിനെത്തും. അതുകൂടാതെ തന്നെ ഈ ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ സിറിയൻ സംവിധായികയായ ഗയായ് ജിജിയുടെ പീസസ് ഓഫ് എ ഫോറിൻ ലൈഫ് എന്ന് പറയുന്ന ചിത്രവും ഇന്ന് പ്രധാനമായും പ്രദർശനത്തിനെത്തുമെന്നുള്ളതാണ്. ഈ ചിത്രങ്ങളൊക്കെ തന്നെ ഇന്ന് കാണാൻ കഴിയാത്തവർക്ക് മറ്റു ദിവസങ്ങളിലും ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പ്രദർശനത്തിന് ഏതായാലും എത്തുന്നുണ്ട്. സമയങ്ങളിലും തിയേറ്ററിലും ഒക്കെ വ്യത്യസ്തമായ തിയേറ്ററുകളിലൊക്കെ ആയിട്ട് പ്രദർശനത്തിന് ഏതായാലും എത്തിത്തുടങ്ങും. അതുകൂടാതെ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടെ IFFയുടെ ഭാഗമായിട്ട് ടാഗോർ തിയേറ്ററിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 74 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിനെത്തുക. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടികളുടെ പ്രചരണത്തിനായി ഒട്ടേറെ പാരഡി ഗാനങ്ങളാണ് ഇറങ്ങാറുള്ളത്. ഇത്തവണ ഇറങ്ങിയ ഒരു പാരഡി ഗാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിച്ചു. വൈറലായ ആ പാരഡി ഗാനം പാടിയത് മലപ്പുറത്തെ മുഹമ്മദ് ഡാനിഷാണ്. മുഹമ്മദ് ഡാനിഷ് അമൃത ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം സ്വർണ്ണക്കൊള്ളയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് മലപ്പുറത്തെ ഒരു പാട്ടുകാരനാണ്. മലപ്പുറത്തെ മുഹമ്മദ് ഡാനിഷ് എന്ന ആ പാട്ടുകാരൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ വഴിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ പാട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇലക്ഷൻ വർക്കൊക്കെ എല്ലാവരും ചെയ്യുന്നതിനാണ്, എല്ലാ പാർട്ടിക്കും ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ ഇത് ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ചെയ്തതാണ്. ഇലക്ഷൻ്റെ ഈ ചൂടൊക്കെ ആവുന്നതിന് മുമ്പ് പാടിയതാണ്. ഹനീഫ മുടിക്കോട് അദ്ദേഹമാണ് ഈ പാട്ട് തന്നത്. അങ്ങനത്തെ ഒരു വിഷയമാണ്, അതിന് പറ്റിയൊരു ട്യൂണും കിട്ടി. അപ്പോൾ ഈ എന്തായാലും പാടിയൊക്കെ കാരണം അങ്ങനെ തന്നു. എങ്ങനെയാണ് ഇതിൻ്റെ വരികൾ? ഇപ്പോൾ ഒരു പഴയ അയ്യപ്പ ഭക്തിഗാനാണ്, അതിലേക്ക് എങ്ങനെയാണ് ഈ വരികൾ ആരെ എഴുതിയത്? ഇത് എഴുതിയത് GP ചാലപ്പുറം എന്ന് പറയും. അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്ത് സ്വദേശിയാണ്. ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, വരികളോട് മാത്രമേ പരിചയമുള്ളൂ. എങ്ങനെയാണ് കിട്ടിയത്? ഇത് അദ്ദേഹം എഴുതി നമ്മളെ ഹനീഫ മുടിക്കോട് മുപ്പര കെയർ ഓഫിലാണ് എനിക്ക് വന്നത്. അങ്ങനെ അതന്ന് ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് പാടി. പിന്നെ CMS സുബൈർക്കുണ്ട്, അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അന്ന് ആ പാട്ട് ഇറങ്ങി, അന്ന് കുറച്ച് വൈറലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുവിധം എല്ലാ ഏരിയയിലും ആ പാട്ട് വൈറലായി. ഇത് ഇത്രമാത്രം വൈറലാകുമെന്ന് ആദ്യം കരുതിയിരുന്നു? ഇത് എങ്ങനെയാണ് ഇത് ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇല്ല, അത്ര വൈറലാവുന്ന പ്രതീക്ഷ അങ്ങനെ ചെയ്തോന്നല്ല. നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്ന വർക്കിന്റെ കൂട്ടത്തിൽ ചെയ്തോന്നുള്ളൂ, അങ്ങനെ പെട്ടെന്ന് കയറുന്നൊന്നും വിചാരിച്ചില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്നും തുടങ്ങാം. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഈ പാട്ട് മാത്രമാണോ അതോ മറ്റു പാട്ടുകൾ പിന്നെ പാടിയിട്ടുണ്ടോ? ഇലക്ഷന് എല്ലാ പാട്ടുകാർക്കും ചെയ്തിട്ടുണ്ട്. മറ്റു സാധാരണ മറ്റ് ഗാനമേള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പാടാറുണ്ടോ? എങ്ങനെയാ? ഞാൻ ഗാനമേളക്ക് പാടാൻ പോയിരുന്നു. ഒരുപാട് വർഷം മുമ്പൊക്കെ പാടാണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും കീബോർഡ് വയ്ക്കാനേ പോകാറ്. പാട്ട് കുറവാണ്. ആക്ച്വലി കീബോർഡിസ്റ്റായിട്ടാണ് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് മാത്രം ശ്രദ്ധ വന്നത്? ഈ പാട്ടില് സ്റ്റുഡിയോയിൽ ഇങ്ങനെ വന്നൊരു വർക്ക്, ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വൈറലാകാൻ വേണ്ടി ചെയ്ത അങ്ങനെയൊന്നും അല്ല. നമ്മള് അങ്ങനെ പൊതുവേദികളൊന്നും അധികം പാടല്ല. സ്റ്റുഡിയോ ഇങ്ങനെ ഉള്ളിലുള്ള പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ പാടിയെന്നുള്ളൂ, അത് പെട്ടെന്ന് വൈറലായി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ അലകൾ ഇപ്പോഴും നിന്നില്ല. ആക്ച്വലി പാർട്ടിക്കാരനാണോ അതോ എല്ലാം? അല്ല, നമ്മളെ സുഹൃത്തുക്കളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നമുക്കുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് നോക്കിയിട്ടൊന്നല്ല പാടിയത്. എങ്ങനെയായിരുന്നു ജനങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന്റെ ഒരു പ്രതിഭ? നാട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എല്ലാം പല പാർട്ടിയിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ അങ്ങനെ ഒരു പാർട്ടി പാട്ടായിട്ടൊന്നും കണ്ടിട്ടില്ല. അവരൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല പാട്ടാണെന്നൊക്കെ അഭിപ്രായമൊക്കെ വന്നു. മറ്റിപ്പോ സാധാരണ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് ഒരു 4 വരി പാടാം. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാടി, അന്നൊക്കെ വൈറലായ ഒരു ഗാനമാണ്. അതിന്റെ ഒരു 4 വരി പാടാം. ആകാശത്തിലൊരമ്പിളിയാണു, ആഴക്കടലിലെ മുത്തുകളാണു, ആമ്പൽക്കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാൻ വാക്കുകളില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ.
ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. ഇനി അങ്ങനെ പാട്ട് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇത്തരം പാരഡി ഗാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ താല്പര്യം? പാരഡി ഗാനം എന്നല്ല, എല്ലാ മേഖലയിലും പാട്ടിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മുഹമ്മദ് ഡാനിഷിന്റെ പാട്ടിന്റെ അലയൊലി ഇപ്പോഴും മലപ്പുറത്തല്ല കേരളത്തിലൊട്ടാകെ നിലച്ചിട്ടില്ല. എന്തായാലും വളരെ നന്ദി അമൃത ടിവിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലിന് ഇരുവരെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലാണല്ലോ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുരാരി ബാബുവും. ഇരുവരെയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും അല്ലേ SIT? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഇന്ന് പരിഗണിക്കും കോടതി. ഇവരെ 2 ദിവസത്തേക്കുള്ള കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഓരോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പലരെയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. ഏതായാലും 2 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ കോടതിയോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പത്മകുമാറിൽ നിന്നും വാസുവിൽ നിന്നും ലഭിച്ച കുറച്ച് വിവരങ്ങൾ, അത് കുറച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഏതായാലും 2 ദിവസം കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇത്തരത്തിൽ കസ്റ്റഡി ചോദിച്ചപ്പോൾ വിജിലൻസ് കോടതി ഇത്തരത്തിൽ കസ്റ്റഡി ആവശ്യം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ഏതായാലും 1 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ ചോദ്യം ചെയ്യുകയും 2 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ ആയിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുക. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഇക്കാര്യങ്ങളിൽ വിജിലൻസ് കോടതി തീരുമാനമെടുക്കും. സുധീഷ്, ഇരുവരെയും മുൻപും SIT ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുക, അത്തരത്തിലുള്ള ഉദ്ദേശത്തോട് തന്നെ SIT മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ട കരുതാൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്ക് കുറച്ചുകൂടി വ്യക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇവരൊക്കെ വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ 3ാമത്തെ തവണയാണ് കസ്റ്റഡി അപേക്ഷയിലൂടെ ചോദ്യം ചെയ്യുന്നത്. മുരാരി ബാബുവിനെ ഇത് 2ാമത്തെ തവണയും. ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഉന്നതരിലേക്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ സംഘം എത്തുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവരുടെ വീണ്ടും കസ്റ്റഡി അപേക്ഷയിലൂടെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഈ കേസിൽ സ്വർണ്ണപ്പാളി കേസിൽ ഒപ്പം തന്നെ ദ്വാരപാലക ശില്പ കേസിലും മുരാരി ബാബു പ്രതിയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇദ്ദേഹം ഈ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മുരാരി ബാബുവിനെതിരെയുള്ള കേസ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ ഈ മറ്റു ഉദ്യോഗസ്ഥർക്ക്, അതായത് ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഉന്നതരിലേക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മന്ത്രിതല ത്തിലേക്കും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ സാധ്യതകൾ ആരായുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ വിദേശത്തേക്ക് ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുള്ള വിദേശ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് കടന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ആരെയൊക്കെ കണ്ടു, ഇത്തരത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലിന് ഇരുവരെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയോട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 4ാം ദിനത്തിൽ 74 ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ കുലി നെവർ ക്രൈസ് രാവിലെ 9-ന് പ്രദർശിപ്പിക്കും. സമകാലിക മലയാളം സിനിമാ വിഭാഗത്തിൽ നിബിൻ നാരായണന്റെ കാത്തിരിപ്പും ഫാസിൽ റസാഖിന്റെ മോഹവും ഇന്ന് പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, IFFK 4ാം ദിവസമാണ് ഇന്ന്.
ഇന്ന് പ്രദർശനത്തിനെത്തുന്ന പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? മായ, ഇന്നേതായാലും IFFKയുടെ 4ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 74 ചിത്രങ്ങളാണ് ഇന്ന് പ്രധാനമായും പ്രദർശനത്തിനെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ എന്ന് പറയുന്നത് കൂലി നെവർ ക്രൈസ് എന്ന് പറയുന്ന ചിത്രമാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ ഈ കാൻ ചലച്ചിത്രോത്സവത്തിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള സംവിധായകന്റെ ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചിത്രവും ഇന്നത്തെ ഈ ചലച്ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം തന്നെയാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയാളത്തിലെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിന് എത്തുന്നു എന്നുള്ളതാണ്. മലയാളം സിനിമാ വിഭാഗത്തിൽ നിബിൻ നാരായണന്റെ കാത്തിരിപ്പ് രാവിലെ 9:30 കലാഭവൻ തിയേറ്ററിലാണ് പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ ഫാസിൽ റസാഖിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മോഹം വൈകിട്ട് 6 മണിക്ക് കൈരളി തിയേറ്ററിലും ഏതായാലും ഇന്ന് പ്രദർശനത്തിനെത്തും. അതുകൂടാതെ തന്നെ ഈ ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ സിറിയൻ സംവിധായികയായ ഗയായ് ജിജിയുടെ പീസസ് ഓഫ് എ ഫോറിൻ ലൈഫ് എന്ന് പറയുന്ന ചിത്രവും ഇന്ന് പ്രധാനമായും പ്രദർശനത്തിനെത്തുമെന്നുള്ളതാണ്. ഈ ചിത്രങ്ങളൊക്കെ തന്നെ ഇന്ന് കാണാൻ കഴിയാത്തവർക്ക് മറ്റു ദിവസങ്ങളിലും ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പ്രദർശനത്തിന് ഏതായാലും എത്തുന്നുണ്ട്. സമയങ്ങളിലും തിയേറ്ററിലും ഒക്കെ വ്യത്യസ്തമായ തിയേറ്ററുകളിലൊക്കെ ആയിട്ട് പ്രദർശനത്തിന് ഏതായാലും എത്തിത്തുടങ്ങും. അതുകൂടാതെ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടെ IFFKയുടെ ഭാഗമായിട്ട് ടാഗോർ തിയേറ്ററിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 74 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിനെത്തുക. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടികളുടെ പ്രചരണത്തിനായി ഒട്ടേറെ പാരഡി ഗാനങ്ങളാണ് ഇറങ്ങാറുള്ളത്. ഇത്തവണ ഇറങ്ങിയ ഒരു പാരഡി ഗാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിച്ചു. വൈറലായ ആ പാരഡി ഗാനം പാടിയത് മലപ്പുറത്തെ മുഹമ്മദ് ഡാനിഷാണ്. മുഹമ്മദ് ഡാനിഷ് അമൃത ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം സ്വർണ്ണക്കൊള്ളയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് മലപ്പുറത്തെ ഒരു പാട്ടുകാരനാണ്. മലപ്പുറത്തെ മുഹമ്മദ് ഡാനിഷ് എന്ന ആ പാട്ടുകാരൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ വഴിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ പാട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇലക്ഷൻ വർക്കൊക്കെ എല്ലാം ചെയ്യുന്നതിനാണ്, എല്ലാ പാർട്ടിക്കും ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ ഇത് ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ചെയ്തതാണ്. ഇലക്ഷൻ്റെ ഈ ചൂടൊക്കെ ആവുന്നതിന് മുമ്പ് പാടിയതാണ്. ഹനീഫ മുടിക്കോട് അദ്ദേഹമാണ് ഈ പാട്ട് തന്നത്. അങ്ങനത്തെ ഒരു വിഷയമാണ്, അതിന് പറ്റിയൊരു ട്യൂണും കിട്ടി. അപ്പോൾ ഈ എന്തായാലും പാടിയൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നു. എങ്ങനെയാണ് ഇതിൻ്റെ വരികൾ? അപ്പോൾ ഒരു പഴയ അയ്യപ്പ ഭക്തിഗാനാണ്. അതിലേക്ക് എങ്ങനെയാണ് ഈ വരികൾ ആരെ എഴുതിയത്? ഇത് എഴുതിയത് GP ചാലപ്പുറം എന്ന് പറയും. അദ്ദേഹം പ്രവാസിയാണ്, നാദാപുരത്ത് സ്വദേശിയാണ്. ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, വരികളിലൂടെ മാത്രമേ പരിചയമുള്ളൂ. എങ്ങനെയാണ് കിട്ടിയത്? ഇത് അദ്ദേഹം എഴുതി നമ്മളെ ഹനീഫ മുടിക്കോട് മൂപ്പരുടെ കെയർ ഓഫിലാണ് എനിക്ക് വന്നത്. അങ്ങനെ അതന്ന് ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് പാടി. പിന്നെ CMS സുബൈർക്കുണ്ട്, അദ്ദേഹമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അന്ന് ആ പാട്ട് ഇറങ്ങി, അന്ന് കുറച്ച് വൈറലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുവിധം എല്ലാ ഏരിയയിലും ആ പാട്ട് വൈറലായി. ഇത് ഇത്രമാത്രം വൈറലാകുമെന്ന് ആദ്യം കരുതിയിരുന്നു? ഇത് എങ്ങനെയാണ് ഇത് ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇല്ല, അത്ര വൈറലാവുന്ന പ്രതീക്ഷ അങ്ങനെ ചെയ്തോന്നല്ല. നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്ന വർക്കിന്റെ കൂട്ടത്തിൽ ചെയ്തോന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് കയറുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്നും തുടങ്ങാം. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഈ പാട്ട് മാത്രമാണോ അതോ മറ്റു പാട്ടുകൾ പിന്നെ പാടിയിട്ടുണ്ടോ? ഇലക്ഷന് എല്ലാ പാട്ടുകാർക്കും ചെയ്തിട്ടുണ്ട്. മറ്റു സാധാരണ മറ്റ് ഗാനമേള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പാടാറുണ്ടോ? എങ്ങനെയാ? ഞാൻ ഗാനമേളക്ക് പാടാൻ പോയിരുന്നു. ഒരുപാട് വർഷം മുമ്പൊക്കെ പാടാണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും കീബോർഡ് വയ്ക്കാനേ പോകാറ്. പാട്ട് കുറവാണ്. ആക്ച്വലി കീബോർഡിസ്റ്റായിട്ടാണ് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് മാത്രം ശ്രദ്ധ വന്നത്? ഈ പാട്ടില് സ്റ്റുഡിയോയിൽ ഇങ്ങനെ വന്നൊരു വർക്ക്, ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വൈറലാകാൻ വേണ്ടി ചെയ്ത അങ്ങനെയൊന്നും അല്ല. നമ്മള് അങ്ങനെ പൊതുവേദികളൊന്നും അധികം പാടല്ല. സ്റ്റുഡിയോ ഇങ്ങനെ ഉള്ളിലുള്ള പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ പാടിയെന്നുള്ളൂ. പെട്ടെന്ന് വൈറലായി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ അലകളിൽ ഇപ്പോഴും നിന്നില്ല. ആക്ച്വലി പാർട്ടിക്കാരനാണോ അതോ എല്ലാം? അല്ല, നമ്മളെ സുഹൃത്തുക്കളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നമുക്കുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് നോക്കിയിട്ടൊന്നല്ല പാടിയത്. എങ്ങനെയായിരുന്നു ജനങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന്റെ ഒരു പ്രതിഭ? നാട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല പാർട്ടിയിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ അങ്ങനെ ഒരു പാർട്ടി പാട്ടായിട്ടൊന്നും കണ്ടിട്ടില്ല. അവരൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല പാട്ടാണെന്നൊക്കെ അഭിപ്രായമൊക്കെ വന്നു.
മറ്റിപ്പോൾ സാധാരണ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് ഒരു 4 വരി പാടാം. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാടി അന്നൊക്കെ വൈറലായ ഒരു ഗാനാണ്. അതിൻ്റെ ഒരു 4 വരി പാടാം. ആകാശത്തിലൊരമ്പിളിയാണു, ആഴക്കടലിലെ മുത്തുകളാണു, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാൻ വാക്കുകളില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണു, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ഇനി അങ്ങനെ പാട്ട് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇത്തരം പാരഡി ഗാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ താല്പര്യം? പാരഡി ഗാനം എന്നല്ല, എല്ലാ മേഖലയിലും പാട്ടിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മുഹമ്മദ് ഡാനിഷിന്റെ പാട്ടിന്റെ ആലയൊലി ഇപ്പോഴും മലപ്പുറത്തല്ല കേരളത്തിലൊട്ടാകെ നിലച്ചിട്ടില്ല. എന്തായാലും വളരെ നന്ദി അമൃത ടിവിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന്. ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 24 ലക്ഷം കവിഞ്ഞു. ഏകദേശം 80,000-ന് മുകളിൽ ഭക്തരാണ് ദിവസവും ദർശനം നടത്തുന്നത്. കാനനപാത വഴിയെത്തുന്ന ഭക്തരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് കിരൺ ചേരുകയാണ്. കിരൺ, 24 ലക്ഷത്തോളം ആളുകൾ ഒരു മാസക്കാലമായിരിക്കുന്നു ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചിട്ട്. അതിനിടെ 24 ലക്ഷത്തോളം ആളുകൾ ദർശനം നടത്തിയിരിക്കുന്നു, ഭക്തർ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി? എന്താണ് അവിടെ, തിരക്കുണ്ടോ? മായ, മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള കണക്കിലാണ് 24 ലക്ഷം ഭക്തരിലേക്ക് ദർശനം നടത്തിയവരുടെ എണ്ണം കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ ശബരിമലയിൽ തിരക്കിന് വലിയൊരു ശമനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 65,000-ൽ മുകളിൽ മാത്രമാണ് അയ്യപ്പന്മാർ ദർശനം നടത്തിയിരിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 ലക്ഷത്തോളം വരെ എത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഈ മണ്ഡലകാലത്തിൻ്റെ ആരംഭഘട്ടത്തിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടുകയും ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അടക്കം ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ചെറിയ രീതിയിൽ തിരക്കിനൊരു കുറവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വീണ്ടും വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പന്മാരായിരുന്നു ദർശനം നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അത് അവധി ദിവസങ്ങളിലായിരുന്നു, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭക്തരുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഇന്നലെ ദർശനം നടത്തിയിരിക്കുന്നത് 65,000-ലധികം മാത്രമാണ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ഈ അയ്യപ്പന്മാരുടെ എണ്ണം വർദ്ധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഏതായാലും കാനനപാത വഴിയുള്ള അയ്യപ്പന്മാരുടെ എണ്ണം, ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുല്ലുമേട് വഴി നിരവധി അയ്യപ്പന്മാരാണ് ദർശനത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുല്ലുമേടിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരെ അവരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിലടക്കം നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് രാവിലെ 7 മണി മുതൽ 12 മണി വരെയാണ് പുല്ലുമേട് വഴി കാനനപാതയിലൂടെ അയ്യപ്പന്മാർക്ക് യാത്ര ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. ആ സമയത്തെല്ലാം തന്നെ കാനനപാതകളിൽ ഉടനീളം പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും നിരീക്ഷണമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് സഹായമൊരുക്കുന്നതിന് വേണ്ടി ഏതായാലും ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് സജ്ജമായിട്ടുണ്ട്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ ഈ മണ്ഡല മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലായ 26 ഡിസംബർ 26, 27 ദിവസങ്ങളിലേക്കുള്ള ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. ശരി, സന്നിധാനത്ത് നിന്ന് കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ ഏറെക്കുറെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 24 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിൽ കഴിഞ്ഞ ദിവസം നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും US വിപണികളിൽ വെള്ളിയാഴ്ച
റിലേറ്റഡ് ആയിട്ടുള്ള ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന നാസ്ഡാക്ക് ഓഹരി സൂചികയെ ഏതാണ്ട് 2% നഷ്ടത്തിലേക്ക് എത്തിച്ചിരുന്നു. അതിനൊരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. ഏഷ്യൻ വിപണികളിൽ പലതിലും ഇപ്പോൾ നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. നമ്മുടെ വിപണിയിലും അതുകൊണ്ട് തന്നെ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുന്നതിനോടൊപ്പം ചെറുകിട നിക്ഷേപകരും വിപണിയിൽ അറ്റ വിൽപ്പനയിലേക്ക് നീങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ വിപണിയെ ഒരു പ്രതിസന്ധിയിലാക്കുന്നത്. ഒപ്പം തന്നെ രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും വലിയ തോതിൽ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച പണപ്പെരുപ്പ് നിരക്ക് പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മാസത്തെ പണപ്പെരുപ്പ് നിരക്ക് 1% താഴെയാണ്. ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു പ്രധാന നിലവാരത്തിനും താഴെ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിപരീത സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിൽ കൂടിയും മൊത്തത്തിൽ ആഗോള സാഹചര്യങ്ങളിൽ അത്ര തൃപ്തികരമല്ലാതെ തുടരുന്നതും ഇന്ത്യ-US വ്യാപാര ബന്ധം കൂടുതൽ പെട്ടെന്ന് തന്നെ ഒരു പുരോഗതി ഉണ്ടാകാതെ ഒരു സമവായത്തിലെത്താതെ നീങ്ങുന്നതും എല്ലാം വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതുതന്നെയാണ്. സാങ്കേതികമായി 26,000 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചികയ്ക്ക് പ്രധാനം. കഴിഞ്ഞ ആഴ്ച ആ നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചതൊരു പ്രതീക്ഷ നൽകിയിരുന്നെങ്കിൽ കൂടിയും ഈ ആഴ്ച പ്രത്യേകിച്ചും ഇന്ന് അതിന് താഴേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. 25,800 എന്ന നിലവാരമായിരിക്കും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിപണിയുടെ തുടർച്ചയായ ഒരു മുന്നേറ്റം സാധ്യമാകണമെങ്കിൽ നിഫ്റ്റി 26,000 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറിയായ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട്ടെ വിപുലീകരിച്ച ഷോറൂമിൻ്റെയും എക്സ്ക്ലൂസീവ് ബ്രൈഡൽ ഫ്ലോറിൻ്റെയും ഉദ്ഘാടനം നടന്നു. റീഗൽ ജ്വല്ലേഴ്സ് MDയും CEO-യുമായ വിപിൻ ശിവദാസിൻ്റെ മകൾ അനേഷ ഉദ്ഘാടനം നിർവഹിച്ചു. റീഗൽ ജ്വല്ലേഴ്സ് ചെയർമാൻ TK ശിവദാസൻ, MDയും CEO-യുമായ വിപിൻ ശിവദാസ്, ക്ഷേമ ശിവദാസ്, പല്ലവി നാംദേവ്, അവിയാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 14 വരെ ബ്രൈഡൽ ഫെസ്റ്റും ഒരുക്കിയിട്ടുണ്ട്. ഫെസ്റ്റിവലിൽ ലൈറ്റ് വെയ്റ്റ് ബ്രൈഡൽ ആഭരണങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഒപ്പം ഓരോ 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും 2 സ്വർണ്ണ നാണയങ്ങൾ വീതം സൗജന്യമായി നേടാം. കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച് വെറും 2 വർഷങ്ങൾക്കുള്ളിൽ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്ത റീഗൽ ജ്വല്ലേഴ്സിൻ്റെ വളർച്ചയുടെ പുതിയ നാഴികക്കല്ല് കൂടിയാണ് ഇതെന്ന് റീഗൽ ജ്വല്ലേഴ്സ് ജനറൽ മാനേജർ ബേബി രാജൻ പറഞ്ഞു. റീഗൽ ജ്വല്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിന് ആദ്യമേ തന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സിനോട് തന്നെയാണ്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കോഴിക്കോട് ജനങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായ ഇടം നേടാനായിട്ട് റീഗൽ ജ്വല്ലേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റവുമായിട്ടാണ് ഇത്തവണ റീഗൽ ജ്വല്ലേഴ്സ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. പുതിയൊരു ബ്രൈഡൽ ഫ്ലോറാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റീഗലിലെ തന്നെ ഒരുപാട് ബ്രാൻഡിങ്ങുകളായിട്ടുള്ള നവവധു കളക്ഷൻസ് ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളും ഒറ്റ ഫ്ലോറിൽ തന്നെ നമുക്ക് അതിൻ്റെ പർച്ചേസിൻ്റെ അനുഭവം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആനിവേഴ്സറി വേളയിൽ ഒരുപാട് ഓഫറുകളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹോൾസെയിൽ റേറ്റ് പണിക്കൂലി കൂടാതെ ഡയമണ്ട് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗോൾഡ് കോയിൻ ഓഫറുകളും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു, ഷോപ്പ് വിസിറ്റ് ചെയ്യുക. 3 ദിവസത്തെ ഗോട്ട് ടൂർ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗോട്ട് ടൂറിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. നഗരത്തിലെ ഹോട്ടലിൽ നടക്കുന്ന മീറ്റ് ഗ്രീറ്റ് സെഷന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകും. ഇവിടെ 20 മിനിറ്റോളം ചെലവഴിക്കുമെന്നാണ് വിവരം. ഇന്ത്യയിലെ അർജന്റീന അംബാസിഡർ, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, കർശന മേധാവി ഉപേന്ദ്ര ദ്വിവേദി എന്നിവരെയും മെസ്സി കാണുമെന്നാണ് റിപ്പോർട്ടുകൾ. വൈകിട്ട് 3:30 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ പരിപാടി നടക്കുക. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങും. ഫിഫയുടെ മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നാളെ ദോഹയിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 മണി മുതൽ ചടങ്ങ് ആരംഭിക്കും. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ മികച്ച താരങ്ങൾക്ക് പുറമെ പരിശീലകർക്കും ടീമിനും ഗോൾ കീപ്പർക്കും പുരസ്കാരങ്ങളുണ്ട്. മികച്ച ഗോളിനുള്ള പുഷ്കാസ് പുരസ്കാരവും സമ്മാനിക്കും. പുരുഷ വിഭാഗത്തിൽ ബാലൺ ദിയോർ വിജയി ഒസുമാനെ ഡെംബാലെ, ലാമിൻ ലയാൽ എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഉള്ളത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.